അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആസ്വദിക്കുന്നു. കർത്താവെ,
മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണണേ കർത്താവെ. കർത്താവെ, പിരിഞ്ഞ് താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ ഈശോയെ. അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവർ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല, എന്നാലും കേൾക്കാത്തവരുണ്ടാവും. ഒരു മരിയൻ ഡിവോഷൻ അല്ലെങ്കിൽ മരിയൻ ഡിവോട്ടി, മാതാവിൻ്റെ വത്സല ഭക്തൻ അങ്ങനെ ഭക്ത, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഇനി അമ്പലപ്പുഴ പള്ളിയിൽ പണ്ട് വികാരിയായിരുന്ന കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരനുഭവം എന്ന് പറയുന്നത്, അവിടെ അമ്പലപ്പുഴ നമ്മൾക്ക് വീട്ടുകാരൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് പാവത്തുങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രോജക്റ്റ് ഈ പീറ്റർ പിതാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. ഒരു 2 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ 42 വീടുകൾ ചെയ്ത് വീടില്ലാത്തവർക്ക് ഒരു പുനരധിവാസ പദ്ധതി. അപ്പം അന്നിരുന്ന ആൾക്കാർ, ഉപദേശകർ, ഇങ്ങനെ കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാവുമല്ല, അത് പറഞ്ഞ് ഇവരുടെ പേരിലിത് കൊടുത്താൽ ഇവർ വിറ്റുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് ആരുടെയും പേരിൽ കൊടുത്തില്ല. കാരണം വീടില്ലാത്തത് കൊണ്ട് അവർക്ക് വീട് സ്ഥലവുമായി, പക്ഷെ അവരുടെ പേരിൽ കൊടുത്തില്ല. കാര്യം അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല. കാരണം വീട് സ്ഥലം അവരുടെ പേരിലല്ലല്ലോ. അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് പോലും നന്നാക്കാനുള്ള വല്ല പ്രോജക്റ്റൊക്കെ വന്നാലും പഞ്ചായത്തിൽ നിന്ന് തള്ളിപ്പോവും. വീട് അവിടെ പേരിലല്ലെന്ന് പറയും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ നിയമം എടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. കാര്യം അവർ പലരും ആ നാട്ടുകാരല്ലല്ലോ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ്. അപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ 16 കൊല്ലം ഒരു കീറാമുട്ടി പോലെ കിടക്കേണ്ട സംഭവം. എനിക്ക് തോന്നിയത്, അപ്പം അന്ന് ഈ സാഹിത്യ അക്കാഡമിയിലൊക്കെ പഠിക്കണ കാലമാണ്. ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള സാഹിത്യ അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാൻ എളുപ്പമായിരുന്നു. അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ പള്ളി അടച്ചിട്ടേക്കും മാതാവ് അൽത്താരയിലാണ് ഇരിക്കണത്. അൽത്താരയിൽ നിന്ന് നമുക്ക് നോക്കി കുറേ ദൂരമുണ്ട്. അത് കാരണം ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് പോകുമ്പോൾ അമ്മയോട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പള്ളിയുടെ അകത്ത് തന്നെ, നമ്മൾ ആനവാദിക്ക് തന്നെ അകത്ത്, പള്ളിയുടെ അകത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് മാതാവിന് രൂപം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അകത്തറിയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയെല്ലാം ദൈവം വളരെ റെവറൻസോടെയാണ് എടുക്കുന്നത് ശരിക്കും. എന്നുവെച്ചാൽ മാതാവിനെ ഞാൻ കാണുന്നു, ഞാൻ രാത്രിയാണത് വരുന്നതെന്നുണ്ടെങ്കിൽ രാത്രി അമ്മയടുത്ത് വന്ന് നിൽക്കുന്നു, അന്നത്തെ കാര്യം പറയുന്നു, നന്ദി പറയുന്നു, പോയി കിടന്നുറങ്ങുന്നു.
രാവിലെ എവിടെയെങ്കിലും അത് രാവിലെ വർക്കുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകണമെമ്പോൾ മലാവിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഞാൻ കൊടിമരത്തിങ്ങയിൽ ഇങ്ങനെ ഇരുന്ന് കൊന്തേരിയപ്പോൾ മലാവിൻ്റെ പള്ളിയുടെ വാക്കിലെ കൊടിമരത്തിന് മലാവിനെ നോക്കിക്കൊണ്ട് അവിടെ മതാവതിരിപ്പുണ്ടല്ലോ ജെല്ലം തുറന്ന് കിടക്കുകയാണ്. കൊന്തയില്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കോടനിക്കാരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സക്കറിയ 10:1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. അതിനൊരു കാലവശം സമാധാനം ഉണ്ടാകുന്ന കേസ് അല്ലത്. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഞാൻ ആ കൊടിമരത്തിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി ഒരു 4 രഹസ്യം കഴിയുമ്പോൾ അവസാനത്തെ 10 രഹസ്യമുണ്ട്. 10 എന്ന് പറഞ്ഞ പറയില്ല, 5-ാം രഹസ്യം. 5-ാം രഹസ്യത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിലിഴഞ്ഞ് ചെല്ലും. ഞാനങ്ങനെ എത്ര കാലം ഇഴഞ്ഞ് ചെന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. കുറേ നാളൊക്കെ ഇഴഞ്ഞ് ചെല്ലും. 2 കൊല്ലമെങ്കിലും അങ്ങനെ ഇഴഞ്ഞ് ചെന്ന് കാണും. 2ാമത്തെ കൊല്ലം ഒരു ദിവസം ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ആധാരം എഴുത്തുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് സിബൻ പിതാവ് പറഞ്ഞ്, ഇത് ഉണ്ണിയാണ്, ഇയാൾക്ക് ആ ജനങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ എന്ന സ്ഥലം അവർ വിട്ടുകൊണ്ട് പോകാത്ത രീതിയിൽ ക്ലോസ് വെച്ച് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിതാവ് ഞാനും കൂടി ഇയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് നോക്കി. അയാൾ എഫിഷ്യൻ്റ് ആധാരം എഴുത്തുകാരനാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ പേരില്ല, സ്ഥലവും വീടും അവരുടെ പേരില്ല. അവർ പണം മുടക്കി അവരുടെ പേരിലാക്കുകയാണ്. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് നല്ല ക്ലോസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ചാലേ, ഈ എല്ലാത്തിനും പോംവഴികളുണ്ട്. ശരിക്കും എല്ലാത്തിനും പോംവഴികളുണ്ട്. ഒരു വിതിൻ 2 ആഴ്ച കൊണ്ട് ആ പറമ്പുകളെല്ലാം അവരുടെ പേരിലാക്കി കൊടുത്തു. 2 ആഴ്ച കൊണ്ട്. അതായത് ഞാൻ അതിന് മനസ്സിലാക്കിയത്, വഴിയില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് സീരിയസ് ആണ് ഈ വിഷയത്തിലെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ ഒരു ചുമ്മാ ഈ ഒരു കാട്ടിക്കൂട്ടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള തൊട്ടുകൂട്ടി പ്രാർത്ഥനകളില്ലേ, ഈ തൊട്ടുകൂട്ടി പ്രാർത്ഥനകളൊന്നും നമ്മുടെ യഥാർത്ഥ അതൊന്നും രജിസ്റ്റർ പോലും ആകത്തില്ല. ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആകത്തില്ല ശരിക്കും. ഇന്ന് തന്നെ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയണത്, ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എന്താണ് പറയണമെന്ന് അവർക്ക് സാക്ഷ്യം പറയണേ. ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ചെയ്യണ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ സാധാരണ പ്രാർത്ഥനക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധവും അർപ്പണ മനോഭാവം ഉണ്ടാകണം. എന്നാൽ പിന്നെ ഏത് ഊരാ കൊടുക്കുകയാണെങ്കിലും മാതാവ് അഴിച്ച് കയ്യിൽ തരും. സർവശക്തനായ ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയിൻസി. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കോട്ടയം അതിരൂപതയിൽ മാഞ്ഞൂർ മകുടാലയം ഇടവകയിലായിരുന്നു. ഒരു 1.5 മാസമായിട്ട് ഞാനിപ്പോൾ പുഴിക്കോല് പള്ളി ഇടവക അംഗമാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തതിന് പിള്ളേർക്ക് വേണ്ടിയായിരുന്നു. ആ സാക്ഷി ഞാനിവിടെ പറഞ്ഞതാണ്. അതിനുശേഷം കൊറോണയൊക്കെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെ വന്നൊന്നുമില്ല. പിന്നെ 22-ലാണ് ഞാൻ ഉടമ്പടി പുതുക്കിയത്. അത് ഞാൻ പിള്ളേർക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ 2024-ലാണ് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞത്. അതിനുശേഷം എനിക്ക് കുമളി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു.
അതൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, അതൊന്ന് വിറ്റ് കിട്ടിയാലേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങൾ 2008 മുതൽ ഞാനും പിള്ളേരും ഹസ്ബൻഡും കോട്ടയത്താണ് താമസിച്ചത്. അപ്പം അങ്ങോട്ട് കുമ്പളിക്ക് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് അത് കച്ചവടം കഴിഞ്ഞ 2025 ഡിസംബറിൽ എൻ്റെ കച്ചവടം നടന്നു. അതിനുശേഷം ഒരു ഭവനം എനിക്ക് വേണമായിരുന്നു വേറെ വാങ്ങിക്കുക. അപ്പം ഞങ്ങൾ 2012 മുതൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു മാഞ്ഞൂർ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ വീട് പോയി കണ്ടു. 2-3 സ്ഥലത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, വീട് പോയി കാണുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ വീട് തരാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അമ്മ ഇഷ്ടപ്പെടുന്നൊരു വീട് എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പാടാം, എനിക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ പക്ഷേ അഡ്വാൻസ് കൊടുത്തെങ്കിലും എനിക്ക് എന്താണോ ആ വീട് മാറിപ്പോയി, വാങ്ങിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ആപ്പാഞ്ചിറയിൽ ഒരു വീട് വന്ന് കണ്ടു. വീട് കുഴപ്പമില്ല, 14 സെൻറ്റ് സ്ഥലം ഒരു വീട് വന്ന് കണ്ടു. അപ്പോൾ അവർ 30 ലക്ഷം രൂപ പറഞ്ഞു. ഞങ്ങളത് 25 പറഞ്ഞു. അവർ തരത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ വേണ്ടാന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ വീടൊക്കെ പിന്നെയും പോയി കണ്ടു, പക്ഷേ അതൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പൈസ്മോണ്ട് ഒരു വീട് പോയി കണ്ടു. അവിടെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തു. അന്നേരം അത് വീടൊന്നിനും കൊള്ളത്തില്ലാഞ്ഞു. പക്ഷേ എങ്കിലും അവിടെ സ്ഥലം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. അന്നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദൈവമേ ആ വീട്ടിൽ എങ്ങനെയാണ് ഞാൻ പോയി താമസിക്കുന്നത്, ഒന്നിനും കൊള്ളത്തില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നോർത്ത് തിരിച്ച് 22-ാം തീയതി ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ച ഞായറാഴ്ചയായിരുന്നു. അച്ഛൻ്റെ ടോക്ക് കേട്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് വിശുദ്ധ കുർബാനയുടെ സമയത്ത് അപ്പം എൻ്റെ ചേട്ടൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് വീടൊന്നിനും കൊള്ളത്തില്ലല്ലോ, അതെന്നാ ചെയ്യുന്നു, അവൻ എന്നാ പിന്നെ അത് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ചേച്ചി, എനിക്കറിയത്തില്ല. പക്ഷെ ഞാനും പോയായിരുന്നു, എനിക്കൊന്നും പറയാൻ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അവർ അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞു. ആ കുർബാനയുടെ സമയത്ത് അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എങ്ങനെയാടി അത് മാറിപ്പോകുന്നത്, അത് മേടിക്കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി വിശുദ്ധ കുർബാനേനേക്കാളും ശക്തി വേറെ ഒന്നിനുമില്ല, എനിക്കറിയാം കുർബാനയോടും വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിവിടെ കുർബാന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. ഞാൻ എടുത്തില്ല, കുർബാനയുടെ സമയത്ത് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് ചേച്ചിയുടെ ഫോണെ വിളിച്ചു, ചേച്ചിയെ ഫോൺ എടുത്തു. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു എൻ്റെ ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ ഫോൺ മേടിച്ചു. ഫോൺ മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എടി ആപ്പാഞ്ചിറയിൽ ആ വീട് നമുക്ക് 27 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് അതും വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അതിനും അത് അഡ്വാൻസ് കൊടുത്ത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വെളിയിൽ പോകാനായിട്ടൊരു ഇതിന് ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് കൊടുത്തതാണ്. പക്ഷേ പിന്നെ അതിനെക്കുറിച്ചൊരു അറിവൊന്നും ഇല്ലാഞ്ഞ് ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല. ഞാനത് എന്നാൽ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വെച്ചു. അങ്ങനെ ഇരിക്കുക കഴിഞ്ഞ ഡിസംബറിൽ എന്നെ ഏജൻറ്റ് വിളിച്ചു, ഞാൻ ഈ പേപ്പർ വെക്കുവാന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്നാൽ വെച്ചോളാൻ പറഞ്ഞ്. അതിനുശേഷം ഏജൻറ്റ് പേപ്പർ വെച്ച് മാർച്ച് ആദ്യം എനിക്ക് അപ്പം എന്നെ ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേനും എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് ഓക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ PCCയുടെ സർട്ടിഫിക്കറ്റിനെ വെച്ചിട്ട് എനിക്കത് കിട്ടിയില്ലായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഭയങ്കര പരീക്ഷണമാണല്ലോ, എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത്. എനിക്ക് മാർച്ച് 6-ാം തീയതി ആയിരുന്നു ബോംബെയിൽ ഇൻ്റർവ്യൂ. മാർച്ച് 5-ാം തീയതിയാണ് എനിക്കിത് കിട്ടുന്നത്. മാർച്ച് 4-ാം തീയതി ഞാൻ ഇവിടുന്ന് പോയി. അതെനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കിട്ടി, ഹസ്ബൻഡ് എനിക്കത് ഇട്ട് തന്നു. അതിനുശേഷം ഞാൻ ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഏജൻറ്റ് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ആയിട്ടല്ല ഞാൻ ഇവിടുന്ന് പോയത്. കാര്യം ഏജൻറ്റ് എന്നോട് പറഞ്ഞായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തില്ല, ഞാൻ മറന്നുപോയായിരുന്നു എടുക്കാനായിട്ട്. തിരിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ വന്നു, നിങ്ങൾ എന്ത് കാരണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നെ ഒത്തിരി ചീത്ത പറഞ്ഞു. ഞാനതെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇതെന്ത് പരീക്ഷണം, എനിക്കിതും പറ്റുന്നില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. അവിടെയുള്ള ഏജൻറ്റ് എന്നെ വഴക്ക് പറഞ്ഞു, ഇവിടെയുള്ള ഏജൻറ്റ് എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. നിങ്ങൾ അപ്പം എന്നെ 2 ഏജൻറ്റും എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഞാനെന്ന് മാതാവിനോട് എൻ്റെ മാതാവ് ഇതെന്ത്, നീ എന്നെ ഒന്ന് സഹായിക്കുക, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഒത്തിരി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 6-ാം തീയതി മാർച്ച് 6-ാം തീയതി ഇൻ്റർവ്യൂവിന് ഞാൻ ബോംബെ എംബസിയിൽ ചെന്ന്
അവിടെ ചെന്നപ്പോൾ എല്ലാം ഈ ഏജൻറ്റ് എന്നോട് സ്റ്റേറ്റ്മെൻറ്റ് താ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വീട്ടിൽ ചെല്ലിട്ട് ഞാൻ അയച്ചു തരാം. അങ്ങേര് പറഞ്ഞില്ല പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ചേട്ടായി ബാങ്കിലൊന്ന് ചെല്ലാവോ, ഒന്ന് ചോദിക്കാവോ. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞില്ല അവർ തരത്തില്ല, ഞാൻ ചെന്നാൽ തരികയില്ല. അപ്പം ഞാൻ വേഗം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചെന്ന് പറയാം എന്ന് പറഞ്ഞു. പുള്ളി ചെന്ന് പറഞ്ഞിട്ടും അവർ ബാങ്കുകാർ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കയറിയെടുത്തെല്ലാം ഞാൻ ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് അവർ ഇംഗ്ലീഷ് കുറേ എനിക്ക് പഠിക്കാനിട്ട് തന്നു. എനിക്കിതൊന്നും അറിയത്തില്ല, ഇംഗ്ലീഷിൻ്റെ ABCD എനിക്കറിയത്തില്ല. ഞാൻ എന്നാ ചെയ്യും? പരിശുദ്ധ അമ്മ എനിക്ക് ഹിന്ദിയാണ് എന്നോടെല്ലാം ചോദിച്ചാൽ എനിക്കറിയാം, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അവർ ചോദിച്ചത് മുഴുവൻ എന്നോട് ഹിന്ദിയായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എന്നെ അവിടെയും പരിശുദ്ധ അമ്മേനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഒരാൾ എന്നോട് ഒന്ന് ചോദിക്കുക, എന്തിനാ കുറേ നേരമായല്ലോ കരയുന്നതെന്ന്. അപ്പം എനിക്ക് അപ്പടി ഇതായിരുന്നു, ഞാൻ അറിയത്ത പോലും ഇല്ല ഇതാരാണോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു മലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ വന്ന്, എനിക്ക് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഇവിടെ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ കിട്ടത്തൊന്നുമില്ലല്ലോ. അന്നേരം ഇയാൾ എന്നോട് പറയുക അതിനെന്തിനാ സങ്കടപ്പെടുന്നത്, ഇത്ര അടുത്തല്ലേ ബോംബെ എംബസിയുടെ അടുത്തല്ലേ ബാങ്ക് SBI ഉള്ളത്, നിങ്ങൾക്ക് പോയി എടുക്കാമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയത്തില്ലത്. അന്നേരം വേഗം ഏജൻറ്റിനോട് ആ ആൾ പറയുക അവർക്ക് വേഗം ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കുക, അവർ പോയി എടുത്തോണ്ട് വരട്ടെ എന്ന്. എനിക്ക് അവിടെ എന്നെ സർവശക്തനായ ദൈവമാണ് അതെന്നെ അവന് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എന്നെ അനുഗ്രഹിച്ചതെന്ന് എനിക്ക് 100% ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപ തന്നെയാണ്, എനിക്കത് അറിയാം. അങ്ങനെ അവിടെയും പരിശുദ്ധ അമ്മ, ഞാൻ എന്നിട്ട് അവർ ഗൂഗിൾ മാപ്പ് ഇട്ടു തന്നു. ഞാൻ ഒരു 10 മിനിറ്റ് പോലും എനിക്ക് നടക്കണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ വെറും 120 രൂപ കൊടുത്തതേ ഉള്ളൂ. എനിക്ക് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എടുത്തു തന്നു, അത് ഞാൻ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം മെയ് മാസം 14-ാം തീയതി ഞാൻ പുതിയ വീട്ടിലോട്ട് കയറി താമസിച്ചു. അത് എനിക്കറിയത്തില്ല, അന്ന് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളെന്ന് എനിക്കറിയത്ത് പോലും ഇല്ല. അന്ന് മെയ് 14-ാം തീയതി ഈശോയുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ അന്ന് എന്നെ. അപ്പം ഞാൻ അച്ഛനോട് അച്ഛൻ വീട് വെഞ്ചിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഓ നല്ല ദിവസമാണല്ലോ ഇന്ന് സ്വർഗ്ഗാരോഹണ തിരുനാൾ. ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്കറിയത്തില്ല, അതും പരിശുദ്ധ അമ്മ എന്നെ ആക്കി തന്നതാന്ന് പറഞ്ഞു. ഞാൻ കയറി താമസിച്ച് മെയ് 14-ാം തീയതി കയറി താമസിച്ചു. മെയ് 15-ാം തീയതി എനിക്ക് വിസ അടിച്ചു, എനിക്ക് പോകാൻ തന്നു, ഇത് എല്ലാം ഓക്കെ ആക്കി തന്നു. ഇന്ന് എനിക്ക് ടിക്കറ്റും കിട്ടി. ഞാൻ 24-ാം തീയതി ഞാൻ ഇറ്റലിക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയോട് എനിക്ക് ഭയങ്കര, എൻ്റെ ജീവൻ എനിക്ക് വിശുദ്ധ കുർബാനയെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയുടെ അതുപോലെ എനിക്ക് ദാഹമാണ് എനിക്ക്. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നത്, ഞാൻ പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ കൂടുതലും ക്യാൻസർ രോഗികളൊക്കെയാണെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമാണ് എനിക്ക്. ഞാൻ അവരെയാണ് കൂടുതലും ക്യാൻസർ രോഗികൾക്ക് കൊടുക്കും ഞാൻ എന്താണെന്ന് പറഞ്ഞാലും. പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. പിന്നെ വഴി അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരും. അറിയാൻ മേലാത്ത ആരെങ്കിലാന്ന് പറഞ്ഞാൽ ഞാൻ പറയും പോരാ എൻ്റെ കൂട്ടത്തിൽ പോലും ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിക്കൊണ്ട് വരും. പിന്നെ ഞാൻ പത്രം വാങ്ങിച്ച് ഇവിടുന്ന് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയതയിൽ ഞാൻ ഒത്തിരി എനിക്ക് വിശുദ്ധ കുർബാനയിലോട്ട് എനിക്ക് ഒത്തിരി ഈശോ എന്നെ അടുപ്പിച്ചു. അതുപോലെ കിട്ടുന്ന സമയമൊക്കെ ഞാൻ ചിലപ്പോൾ കൊന്ത ഞാൻ ചെല്ലി ചിലപ്പോൾ ഞാൻ മറന്നു പോകും, എത്ര എണ്ണം ചെല്ലിയെന്ന് പോലും എനിക്കറിയാൻ മേല. അങ്ങനെയാണ് കാരുണ്യപ്രവർത്തിയായിട്ട് ചെന്ന് വല്ല ഡ്രസ്സൊക്കെ എൻ്റെ തന്നെ ആയിരിക്കും ഡ്രസ്സൊക്കെ ഞാൻ ചിലപ്പം നല്ലത് തേച്ച് അലക്കിയൊക്കെ ഞാൻ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും കേട്ടോ. അത് ഞാനൊരു പരിധിക്കുള്ളിൽ ഞാൻ എൻ്റെ കൈ വെക്കുകയല്ല, എനിക്കിഷ്ടമില്ല. അത് ഞാൻ അങ്ങനെ ആർക്കെങ്കിലും ഇല്ലെന്ന് കേട്ട് ഞാൻ എടുത്ത് അവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ടൊക്കെ ചെയ്യുന്നത്. ഇത്ര എന്നെ സഹായിച്ച എൻ്റെ സർവശക്തനായ ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നന്ദി പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 94:18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജെൻസി PT മാഞ്ഞൂർ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്രകാരം ഈ അമ്മയോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് വളരെയേറെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. 2012 മുതൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ള തീരുമാനവും അത് പരിശുദ്ധ അമ്മ വഴി
സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിക്കുവാനും അതിൽ താമസിക്കുവാനും സാധിക്കുകയുണ്ടായി. അത് ഉടമ്പടി നിറച്ച വസ്തുക്കളോട് ചേർന്ന് കൊണ്ടുള്ള വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള പ്രാർത്ഥന തന്നെയാണ് ഈ അമ്മയ്ക്കത് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുവാനുള്ള ഈ അമ്മയുടെ ആഗ്രഹത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടായെങ്കിലും അത് പരിശുദ്ധ അമ്മ തൻ്റെ ഇടപെടലിലൂടെ അത് നേരെയാക്കുകയും ചെയ്തു. കാരണം ബോംബെയിൽ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മറന്നുപോയത്, എന്നാൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ ചില വ്യക്തികളിലൂടെ പരിശുദ്ധ അമ്മ ഇടപെടലുണ്ടായി. തൊട്ടടുത്ത് തന്നെ SBIയിൽ പോകുവാനും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാനും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെ അത് പെട്ടെന്ന് ചെയ്യുവാനൊക്കെ ആയിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ് ഈ അമ്മയുടെ ജീവിതത്തിലൂടെ ഉണ്ടായത്. നമുക്ക് പ്രാർത്ഥിക്കേണ്ട സാധിക്കണം. ഈ അമ്മയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നത് പരിശുദ്ധ കുർബാന എപ്പോഴും മുടങ്ങാതെ കണ്ട് സ്വീകരിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുന്നത് തന്നെയായിരുന്നു. ഉടമ്പടിയിലൂടെ ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയിലൂടെ നമുക്കത് കാട്ടിത്തരിക. അത് നമ്മുടെയൊക്കെ എല്ലാവിധമായ പ്രയാസങ്ങളിലും ആശ്വാസമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജൻസിപ്പിറ്റിയെ മാറ്റുമ്പോൾ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റാൻ ഈ അമ്മയെ ഇനി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ അവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമ്മൾ ഓരോരുത്തരേക്ക്. പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 19/3/2023 അന്ന് തൊട്ട് ഇന്ന് വരെയും ഉടമ്പടിയിൽ ഒരു മുടക്കവും കൂടാതെ ഞാൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ വലിയൊരു കടബാധയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കൃപാസന അൾത്താരയിൽ ഞാൻ എത്തിച്ചേരുന്നത്. അതിനുശേഷം എൻ്റെ കടബാധകൾ ഒരു കടത്തിരുമാല പുറകോട്ട് പോകുന്ന രീതിയിൽ തന്നെ അതിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം എനിക്ക് ഒരുപാട് ഉയർച്ചകളാണ് ഉണ്ടായത്. എനിക്കിപ്പോൾ ഒരു വാഹനം വാങ്ങാൻ സാധിച്ചു. പിന്നെ എൻ്റെ കുടുംബത്തിൽ കുറേ രോഗസൗഖ്യങ്ങൾ കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളിലെല്ലാം ഞാനത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നുണ്ട്. രോഗസൗഖ്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അതിലുപരി ഞാൻ പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് പോയി സഹായിക്കുന്നുണ്ട്. എൻ്റെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ ആദ്യത്തെ ആഴ്ച തന്നെ വരികയും 7 പത്രം വാങ്ങി അത് വിതരണം ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് പാലാ മരിയൻ സ്ഥാനത്തിൽ എല്ലാ മാസവും പോകുന്നുണ്ട്. അല്ലാതെ കോട്ടയത്തൊരു അനാഥർ താമസിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ മുന്നിൽ കൈനീട്ടി ആരെന്ത് ചോദിച്ചാലും ഞാൻ എല്ലാ കാര്യം എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കടം വീട്ടിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം തുടക്കത്തിൽ എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോയത്. പക്ഷേ അതിൻ്റെ ഊന്നൽ കൊടുത്ത് പോയപ്പോൾ അതിനൊരുപാട് തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു. 1 പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3ാമത്തെ പ്രാവശ്യം കണ്ടു. 3ാമത്തെ പ്രാവശ്യം കണ്ട് ഞാൻ അൾത്താരയിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ അച്ഛൻ എന്നെ തിരിച്ച് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് തടസ്സം? ഞാൻ പറഞ്ഞു, അച്ഛൻ അറിയില്ല. ഇല്ല, കുഴപ്പമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി 30 ദിവസം കഴിഞ്ഞ് ഒരു പാർട്ടി വന്നു, എൻ്റെ പ്രോപ്പർട്ടി കണ്ടു, ഒരു വില പറഞ്ഞു, നടന്നില്ല. 60 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത പാർട്ടി വന്നു, അത് വന്ന് കണ്ടു, അതും ഇതുകൂട്ട് തന്നെ നടന്നില്ല. എന്നാൽ നല്ല പ്രോപ്പർട്ടിയാണ്, ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്നതാണ്, പക്ഷേ മുടക്കം തന്നെ. ഞാൻ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു, നല്ല രീതിയിൽ മുന്നോട്ട് പോയി. 88ാമത്തെ ദിവസം ഒരു പാർട്ടി വന്നു കണ്ടു, ഇഷ്ടപ്പെടുന്നു, വില പറയുന്നു. ബ്രോക്കറുടെ ഇതിലാണ് വന്നത്. വില പറഞ്ഞ് അവർ പോയി. അതിനുശേഷം ബ്രോക്കർമാർ അതിനകത്ത് കളിച്ചു. അത് വീണ്ടും മുടങ്ങിയാണ്. അന്ന് രാത്രി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ബ്രോക്കർ വഴിയല്ല, ഞാൻ അമ്മയോടാണ് ചോദിച്ചത്, അമ്മയാണ് എനിക്ക് നടത്തി തരേണ്ടത്. അമ്മയാണ് നടത്തി തരുന്നതെങ്കിൽ ഈ കച്ചവടം അമ്മയായിട്ട് നടത്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ കിടക്കാൻ നേരത്ത് ഒന്നും കൂടി ആ പാർട്ടിയെ നേരിട്ട് വിളിക്കാൻ തീരുമാനിച്ചു. ഞാൻ ജസ്റ്റ് കക്ഷി വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് കൂട്ടാണ്. അപ്പം പറഞ്ഞു, അഭിലാഷേ, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ നമ്മൾക്ക് ബ്രോക്കറുടെ പൈസ കൊടുക്കാം, പക്ഷേ അവരെ കമ്മ്യൂണിക്കേഷൻ വെക്കണ്ട, നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞു. സംസാരിച്ചു. 7 ദിവസം കൊണ്ട് ആ പ്രോപ്പർട്ടിയുടെ എല്ലാം ക്ലിയറായി, ക്യാഷും കിട്ടി, കടങ്ങളും വീട്ടി, സ്വസ്ഥതയോടുകൂടി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു.
ഇന്ന് ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ ഞാനിവിടെ വന്നത്. ഇന്ന് മെയിനായിട്ട് വന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പ്രാവശ്യം CBSEയുടെ എക്സാം ഭയങ്കര ടഫായിരുന്നു. വിജയശതമാനം കുറവായിരുന്നു. എല്ലാം പ്രശ്നം. എൻ്റെ മോൾക്കാണെങ്കിൽ ആ മാത്സ് ഭയങ്കര പേടിയും. പക്ഷേ ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത്, മാതാവേ, എൻ്റെ മകൾക്ക് വിജയം കൊടുക്കുന്നത് കൂടാതെ മാതാവിൻ്റെ അടയാളമായിട്ട് 70% മാർക്ക് എൻ്റെ മകൾക്ക് കിട്ടണമെന്നാണ് ഞാൻ ഉടമ്പടിയിൽ എഴുതിയതും പ്രാർത്ഥിച്ചതും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാത്സിൽ എൻ്റെ മോൾക്ക് മാർക്ക് കുറഞ്ഞു. ഒരുപാട് വിഷമമായി. പാസ്സായി. ഞങ്ങൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കുക എല്ലാം ചെയ്തു. വീട്ടിൽ സംസാരമായി. പക്ഷേ ഞാൻ എൻ്റെ ഇതിൽ ഉറച്ചു നിന്നു. എനിക്ക് 70% മാർക്ക് വേണം. റിവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഇല്ല, കൊടുത്തിട്ട് കാര്യമില്ല എന്നെല്ലാം അഭിപ്രായം വന്നു. പക്ഷേ ഞാൻ മോളോട് ഇത്രേ പറഞ്ഞോളൂ, എന്നെ നീ വിശ്വസിക്കണ്ട, മാതാവിലും ഈശോയിലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ റിവാലുവേഷൻ വെക്കണമെന്ന് പറഞ്ഞു. അതുമൂലം എൻ്റെ മോള് റിവാലുവേഷൻ വെച്ചു. അതിൻ്റെ ഡീറ്റെയിൽ മോൾ സംസാരിക്കും. മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ആദ്യം തന്നെ പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 2025-26 +2 CBSE വിദ്യാർത്ഥിയായിരുന്നു. അത്യാവശ്യം CBSE സിലബസ് എല്ലാവർക്കും പാടാന്നറിയാം. അങ്ങനെ ഞങ്ങൾക്കും പാടായിരുന്നു. എക്സാമിൻ്റെ ദിവസങ്ങൾ അടുത്തോണ്ടിരുന്നു. CBSE മെയിൻ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വയ്യായിക വരാൻ തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിലായി. എൻ്റെ ആരോഗ്യവും പഠനവുമായിട്ട് ഒന്നും ഒത്തുപോകുന്നില്ലായിരുന്നു. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം ഒരു വിധത്തിൽ കടന്നുപോയി. അവസാനം തിയറി എക്സാം വന്നു. തിയറി എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത് ഈ വർഷത്തെ CBSE OSM മാർക്കിംഗ് സ്കീമാണ്. എന്ന് വെച്ചാൽ ഓൺലൈൻ മാർക്കിംഗ് സ്കീമായിട്ട് അവർ ഡിജിറ്റലി ചെക്ക് ചെയ്യുവാന്ന്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും പല പ്രശ്നങ്ങൾ വരാം. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ എക്സാമിന് പോയി. എനിക്ക് ആദ്യത്തെ എക്സാം ഫിസിക്സ് ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. അന്നും എനിക്ക് രാവിലെ വയ്യായികൾ വന്നു. പിന്നെ മാതാവിനെയും മനസ്സ് ധ്യാനിച്ച് വിശ്വാസപ്രമാണവും ചൊല്ലിയാണ് ഞാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാ എക്സാമിന് പോകുമ്പോഴും ഉപ്പും തേനും അച്ഛൻ തന്നു വിടുമായിരുന്നു. ഉപ്പ് ഞാൻ പരീക്ഷാ ഹാളിൽ ചെന്ന് വിതറിക്കൊണ്ടാണ് ഓരോ എക്സാമും എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും മെയിനായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ കടന്നുപോയി. പിന്നെ മാത്സിൻ്റെ എക്സാം വന്നു. മാത്സിൻ്റെ എക്സാം വന്നപ്പം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആകെ 2 ദിവസമേ മാത്സിൻ്റെ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. മാത്സിൽ മെയിനായിട്ടും +2 വേണ്ട 5 ചാപ്റ്റർ എനിക്ക് അറിയത്തുപോലും ഇല്ല. എന്നാ ചെയ്യണമെന്നറിയാതെ ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ചു. എനിക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പഠിച്ചിട്ട് പോയി. അന്നത്തെ ദിവസം എക്സാമിന് ചെന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം എന്ത് അവസ്ഥ അവിടെ ഉണ്ടായെന്ന് പോലും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ അറിയാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ടും ഞാൻ എൻ്റെ ധൈര്യം കൈവിട്ടില്ല. ഓരോ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്തു. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാനത് മാതാവിന് വിട്ടുകൊടുക്കുമായിരുന്നു. കാരണം എനിക്കറിയത്തില്ല. ഞാൻ +2 മാത്സ് സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ കൂടെയുള്ളവരെല്ലാം കരച്ചിലും കാര്യങ്ങളും 2-3 ദിവസം ട്രോമയിൽ വരെ പോയവരുണ്ട്. പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലായിരുന്നു. ഞാൻ അപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരും ടീച്ചേഴ്സും ചോദിച്ചു, എന്നെ ഇത് നീ മാത്രം എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മാതാവുണ്ട് കൂടെ, എനിക്കത് മതി എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്കും ധൈര്യം കൊടുത്ത് ഞാൻ അന്നത്തെ ദിവസം നിന്നു. അന്ന് അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കറിയില്ല, എക്സാം പാടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ ഒന്ന് മാർക്കിംഗ് കീ വെച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ചെക്ക് ചെയ്യില്ല, അത് മാതാവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്, ഞാൻ ചെയ്യത്തില്ല, മാതാവ് തന്നെ ഒരു മാർക്ക് തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി എക്സാമും കഴിഞ്ഞു പോയി. പിന്നെ റിസൾട്ടും കാര്യങ്ങളുമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും തുടങ്ങി. അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് 13-ാം തീയതി റിസൾട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഞാൻ മാത്സിന് ഫെയിലായി. മാത്സിന് എനിക്ക് RT ആണ് കിടക്കുന്നത്. CBSEയിൽ 6 സബ്ജക്റ്റിൽ 5 സബ്ജക്റ്റ് പാസ്സായാൽ മതി. 5 സബ്ജക്റ്റ് പാസ്സായതുകൊണ്ട് ഞാൻ +2 CBSE പാസ്സായി. പക്ഷേ മാത്സിൽ എനിക്ക് റിപ്പീറ്റിംഗ് തിയറി വന്നു. അത് കണ്ടപ്പോൾ നല്ല സങ്കടമായി. എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് CBSEയുടെ പ്രശ്നങ്ങൾ കൂടി വന്നു. CBSEക്ക് പല പിള്ളേരും എതിരെ പോയി. OSM നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ CBSEക്കെതിരെ പോയി. ഞങ്ങൾ മെയിൽ അയക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അവസാനം അവർ ഫോട്ടോ കോപ്പി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഞങ്ങളുടെ ആൻസർ കീയുടെ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ പോയി. പക്ഷേ മാത്സ് എടുക്കാൻ എനിക്കൊരു ധൈര്യവും ഇല്ലായിരുന്നു. ഞാൻ എടുക്കത്തില്ലായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു ഞാൻ ആ പേപ്പറിൽ
പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ മുതിർന്നില്ല. പക്ഷേ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ പേപ്പർ ഒന്ന് എടുത്ത് നോക്ക്, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് അച്ഛൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ അമ്മയോടുള്ള വിശ്വാസപ്രകാരമാണ് ഞാൻ ആ പേപ്പർ എടുത്തത്. പേപ്പർ എടുത്ത് നോക്കിയപ്പോഴും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു, എവിടെയെങ്കിലും മാർക്കുണ്ടോ എന്നറിയാൻ വേണ്ടി ടീച്ചർക്ക് അയച്ചു കൊടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത് എല്ലാത്തിനും തന്നെ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഇനിയൊന്നും കിട്ടാനില്ല എന്ന രീതി ടീച്ചർ പറഞ്ഞു. പക്ഷേ അച്ഛൻ അപ്പോഴും എന്നോട് പറഞ്ഞു റിവാലുവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ എവിടുന്ന് കൊടുക്കും? എൻ്റെ വീട്ടിലെ അച്ഛൻ മാത്രമാണ് പറഞ്ഞത്, അമ്മയാണേലും എല്ലാവരും ആണേലും ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ കൊടുക്കണ്ട എന്ന രീതിയിലായിരുന്നു. പക്ഷേ അച്ഛനാണ് പറഞ്ഞത് കൊടുക്ക്. അങ്ങനെ എൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ എൻ്റെ പേപ്പർ അയച്ചു കൊടുത്തു. അവൾ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, എടി ഈ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നീ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആൻസർ ശരിയാണ്, പക്ഷേ അവർ മാർക്ക് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മാത്സിന് ഇക്വേഷന് മാർക്കുള്ളതാണ്, ആ ഇക്വേഷനും മാർക്ക് ഇട്ടിട്ടില്ല. അങ്ങനെ 3 മാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് 80-ൽ 13 മാർക്കാണ് മാത്സിന് കിട്ടിയത്. അതിൽ നിന്ന് 1.5 മാർക്ക് കൂടെ മതി പാസ്സാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 3 മാർക്കുണ്ടല്ലോ, ഇനി എങ്ങാനും പാസ്സായാലോ എന്ന് കരുതി ഞാൻ റിവാലുവേഷന് കൊടുത്തു. റിവാലുവേഷൻ കൊടുത്തിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന കൈവിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ ജൂൺ 21-ാം തീയതി രാത്രിയിൽ റിവാലുവേഷൻ റിസൾട്ട് വന്നു എന്ന് അമ്മ വന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ എന്നാത്തിനാ അമ്മേ എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ മാത്സിന് പാസ്സായി. അതും 1-2 മാർക്കും കൊണ്ടല്ല പാസ്സായത്. എനിക്ക് മാതാവ് അനുഗ്രഹിച്ചത് 14 മാർക്കാണ്. 14 മാർക്കിനുള്ളതൊന്നും ഞാൻ ആ പേപ്പറിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിന് ഇവിടെ പറയുവാണേലും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയുവാണെങ്കിൽ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ആ പേപ്പറിൽ നിന്ന് നമുക്ക് ബോധ്യമാണ്. കാരണം എൻ്റെ കൂടെ പഠിച്ചവർക്കാണേലും ചിലർക്കാണേലും CBSE പ്രകാരം അവരുടെ മാർക്കല്ലാതെ വേറൊന്നും കൊടുക്കത്തില്ല. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള മാർക്കേ അവർ കൊടുക്കത്തുള്ളൂ. 14 മാർക്ക് അമ്മ അനുഗ്രഹിച്ച് തന്നതാണെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ അപ്പം തന്നെ എനിക്കിവിടെ വരണം എന്നായിരുന്നു. കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, ഈ +2ൻ്റെ സാക്ഷ്യം തന്നെ എനിക്ക് പറയണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ മെയിൻ റിസൾട്ട് വരുന്നതിൻ്റെ കുറച്ച് നാൾ മുന്നേ ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നു, എൻ്റെ റിസൾട്ട് എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരുമോ എന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ ഒരു ദിവസം മാതാവ് എനിക്ക് 70% എന്നുള്ളത് സ്വപ്നത്തിൽ കാണിച്ച് തന്നു. ഞാൻ അതിൽ ഓവർ കോൺഫിഡൻസ് ആയി നിന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ 70 തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 70 ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് 70% മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഞാൻ അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തിന് മുന്നിൽ മാതാവിൻ്റെ കാര്യം വെളിപ്പെടുത്തും എന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അധികം വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ അച്ഛൻ്റെ കൂടെ സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ് ഞാൻ കൂടുന്നത്. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാറുണ്ട്. മാതാവിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കാറുണ്ട്. പല വേദികളിലും മാതാവ് എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ, +1 വെച്ചിട്ട് ബയോമാക്സ് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അതിൽ ബയോളജി എനിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഞാൻ പഠിക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് നേഴ്സിങ്ങോ മെഡിക്കൽ ഫീൽഡോ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ ബയോളജിയിൽ എക്സാമൊക്കെ ഇടുമ്പോൾ മനഃപൂർവ്വം മാർക്ക് കളഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ബയോളജി എടുത്തത് തന്നെ. അങ്ങനെ കുറച്ച് ദിവസം പോയപ്പോഴത്തേക്കിനും എൻ്റെ ബയോളജിയുടെ മിസ്സ് എൻ്റെ അടുത്ത് പിണങ്ങി. എനിക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട് മിസ്സ് എൻ്റെ അടുത്ത് പിണങ്ങി. മിസ്സ് എന്നോട് മിണ്ടിയില്ല. മിസ്സ് പറഞ്ഞു 25-ൽ 20 മണ്ടേ മാർക്ക് മേടിച്ചാൽ മാത്രമേ മിണ്ടുള്ളൂ എന്ന് പറഞ്ഞു. മിസ്സ് എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി അന്ന് ആദ്യമായിട്ടാണ് ബയോളജിക്ക് വേണ്ടി ഞാൻ പഠിക്കുന്നത്. 2 ദിവസമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. 2 ചാപ്റ്ററും ഉണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ചാണ് അത് പഠിച്ചത്. എക്സാം എഴുതിയപ്പോഴും എനിക്കൊരു ഉറപ്പും ഇല്ലായിരുന്നു. ഞാൻ മിസ്സിനോട് പറഞ്ഞു എനിക്കൊരു 15 കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷേ 20 കൂടുതലൊന്നും കിട്ടില്ല.
കിട്ടത്തില്ല, അതൊന്നും മേടിച്ച ചരിത്രം പോലും എനിക്കില്ല എന്ന്. പക്ഷേ അന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 22 മാർക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏതവസ്ഥയിലൂടെ 2 ദിവസം പോയെന്ന് എനിക്കറിയാം. അങ്ങനെ ബയോളജി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റായി. എൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് തന്നെ ബയോളജി എടുക്കാൻ അങ്ങനെ ആഗ്രഹം വന്നു. +1 +2 ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതും ബയോളജിയാണ്. അങ്ങനെ അവസാനം മാതാവ് അനുഗ്രഹിച്ചൊരു സ്ട്രീം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് നേഴ്സിംഗ് ഫീൽഡ് കിട്ടി. നേഴ്സിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ബയോളജി എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാനും നല്ല താല്പര്യമാണ്. ബാക്കിയൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് ബയോളജി മതി എന്നൊരവസ്ഥയിൽ ഞാൻ എത്തി. ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. അതുകൊണ്ട് ഞാനിവിടെ വന്ന് നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് അഭിലാഷ് സിയും പാല ഇവിടെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അപ്പച്ചൻ്റെയും മകളുടെയും അനുഭവ സാക്ഷ്യം പരിശുദ്ധമായ പ്രകാരം ഇവിടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളത് ഇവിടെ വാക്കുകളിൽ തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തമായിരുന്നു. ഈ അപ്പച്ചൻ കടന്നു പോയ കടബാധ്യതകളിൽ സ്ഥലം വിറ്റുകിട്ടുവാനും അതിലൂടെ തൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാനായിട്ടും സാധിച്ചത് പരിശുദ്ധ അമ്മയോട് ഉറച്ച വിശ്വാസത്തിൻ്റെ രീതിയിൽ തന്നെയാണ്. ജോസഫ് അച്ഛനെ 3 തവണ കാണുകയും ഒരു കുഴപ്പമില്ല എന്നുള്ള അച്ഛൻ്റെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളും ഇവർക്ക് വളരെ ഏറെ ബലം നൽകുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസം ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പച്ചൻ്റെ മകളുടെ CBSE എക്സാമിന് റിസൾട്ടാണെങ്കിൽ പോലും അപ്പച്ചൻ ആഗ്രഹിച്ചത് 70% മാർക്കാണെങ്കിലും അത് കടന്നു പോയ അവസ്ഥ എന്ന് പറയുക വളരെയേറെ ബുദ്ധിമുട്ടുകളുടെ തന്നെയായിരുന്നു. പരീക്ഷയ്ക്ക് പേപ്പർ റീവാലുവേഷൻ കൊടുക്കേണ്ട അവസ്ഥകൾ വന്നപ്പോഴും ഈ മകളുടെ വിശ്വാസം എന്ന് പറയുക അമ്മ മാതാവ് സംരക്ഷികയായിട്ട് അമ്മ മാതാവ് കാത്തുകൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. കാരണം ഒന്നും തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ മനസ്സിലായെങ്കിലും അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപയിലാണ് എനിക്ക് നൽകിയെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ മകൾക്ക് ഉന്നതമായ വിജയം നൽകുവാനും അവിടുന്ന് ആഗ്രഹിച്ച മാർക്ക് തന്നെ ഈ മകൾക്ക് ലഭിക്കുകയൊക്കെ ചെയ്തത്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നന്ദി പറയാം. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും മാറ്റി അനുഗ്രഹിക്കണമേ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രേയ, ഇതെൻ്റെ അമ്മ പേര് പ്രഭ, എൻ്റെ പപ്പ പേര് ജാക്സൺ, എൻ്റെ അനിയൻ ആരോൺ. ഞങ്ങൾ ചെത്തി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഒക്ടോബർ 31 അതിനു മുൻപ് പലതവണയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും താമസിച്ച് നിന്നത് എനിക്ക് പാലിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. കാരണം രാവിലെ 5:30 എഴുന്നേൽക്കണം. ഞാൻ ഇതുവരെ അത്രയും നേരത്തെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന ആളല്ല. എൻ്റെ എക്സാം ടൈമിൽ പോലും ഞാൻ രാവിലെ 5:30 എഴുന്നേൽക്കാറില്ല. ആ ഒരു ടൈമിൽ എഴുന്നേൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും കൃത്യമായി പാലിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്നതിനൊരു 3 മാസം മുൻപേ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്കുകൾ കാണുമായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാനുള്ള അനുഗ്രഹം ലഭിച്ചു. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് എൻ്റെ അമ്മയുടെ ഓവറിയിലെ സിസ്റ്റ് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണേ മാതാവേ എന്നായിരുന്നു. അമ്മയും എല്ലാ ദിവസവും ഡെയിലി ബെഡ് പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണേന്ന്. ആ സമയത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റും ചെയ്തതാണ്. പക്ഷേ സൗഖ്യം ലഭിച്ചിരുന്നില്ല. എല്ലാ ദിവസവും മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഹോസ്റ്റലായിരുന്ന സമയത്തും ഞാൻ എൻ്റെ വയറ്റിൽ
കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ മാതാവേന്ന്. അങ്ങനെ തന്നെ ഓപ്പറേഷൻ ഒന്നും കൂടാതെ പൂർണ്ണ സൗഖ്യം തന്ന മാതാവ് ഈശോയും അനുഗ്രഹിച്ചു. ഒരു വർഷം കൂടുതലുണ്ടായിരുന്നു. ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി മാതാവും ഈശോയും ഒത്തിരി അനുഗ്രഹിച്ചു. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യം എൻ്റെ ജോലിയുടെ കാര്യമാണ്. ഞാൻ BTech ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് വരെ എനിക്ക് സെം എക്സാമിന് റിസൾട്ട് കിട്ടിയിരുന്നത് ഏകദേശം ഒരു 65% to 70% മാർക്കൊക്കെ ആയിരുന്നു സെം എക്സാമിൻ്റെ ടൈമിൽ റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വന്ന 3 സെം റിസൾട്ടിനും എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് തന്ന മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ഏത് എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. ഒരു തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ കൊടുക്കാനിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി കൂടുതലായിട്ടൊന്നും എഴുതാനില്ല. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു നോക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ കാര്യമായി നോക്കിയപ്പോൾ ഞാൻ എവിടെയോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടപ്പോൾ തെറ്റിപ്പോയി. പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും മിസ്റ്റേക്ക് ആയിപ്പോയി, തെറ്റി. അങ്ങനെ മാതാവ് എനിക്ക് അടുത്ത് നിന്ന് അത് കാണിച്ചു തരികയാണ് ചെയ്തത്. ഞാനത് തിരുത്തി. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. എല്ലാം റിജക്ഷൻസ് തന്നെയായിരുന്നു. ആ സമയത്ത് റിക്രൂട്ട്മെൻറ്റും വളരെ കുറവായിരുന്ന ഒരു ടൈമായിരുന്നു. എന്നാലും വരുന്ന എല്ലാത്തിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ റിജക്ഷൻസ് തന്നെയായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് കിട്ടാനുള്ളൊരു അനുഗ്രഹമുണ്ടായി. അച്ഛൻ എന്നോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കാൻ. അച്ഛൻ തന്നെ ആ നമ്പർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ആ നമ്പർ 14 എന്നായിരുന്നു. ആ നമ്പർ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിൽ കണ്ട നമ്പറും 14 തന്നെയായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞ നമ്പറും സെയിം തന്നെയായിരുന്നു, 14 തന്നെയായിരുന്നു. ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പക്ഷെ എന്നാലും 14 എന്നൊരു നമ്പറുമായി കണക്ട് ചെയ്യുന്നതൊന്നും വന്നിരുന്നില്ല. പിന്നെ ഞാൻ ഉടമ്പടി തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് 5ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയത്ത്, ഞാൻ അതിന് മുമ്പ് വരെ എല്ലാ ഉടമ്പടിയും കറക്റ്റ് 90 ദിവസം കഴിയുമ്പോൾ വന്ന് പുതുക്കാറുണ്ട്. പക്ഷേ ആ ഒരു തവണ മാത്രം ഞാൻ കുറച്ച് ലാഗ് ചെയ്തു, കുറച്ച് ഉടമ്പടി ഉഴപ്പി. ഞാൻ അതിന് മാതാവിനോട് ഇവിടെ വെച്ച് ക്ഷമ ചോദിക്കുകയാണ്. എന്നാലും ഞാൻ ആ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് മാതാവിനോട് ചോദിച്ചിരുന്നു, മാതാവേ, അടുത്ത തവണ ഞാൻ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നതെന്ന്. കറക്റ്റ് 90ാമത്തെ ദിവസം എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് കോൾ വരികയാണ്. അവിടെ ഞാൻ ഓൾറെഡി ഒരു വർഷം മുൻപ് അപ്ലൈ ചെയ്തു. എല്ലാ റൗണ്ട്സും ഇൻ്റർവ്യൂസും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയിലുണ്ടായിരുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവർ ആ ഒരു ബാച്ചിനെ ഫുള്ള് റിജക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അത് നോക്കിയില്ല. എനിക്ക് അവിടെ നിന്ന് തന്നെ പിന്നെയും കോൾ വരികയാണ്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മുന്നോട്ട് പോകാവുന്ന രീതിയിൽ. ഞാനത് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ജോലിയാണ്. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോലി കിട്ടി. പക്ഷേ ആ ജോലി കിട്ടിയിട്ടും എനിക്ക് ഒരു വലിയ ഹാപ്പിനെസ് തോന്നുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്കുള്ളിലിങ്ങനെ തോന്നിക്കുകയാണ്, ഇത് നിനക്കൊരു ആഗ്രഹം സാധിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം നിനക്കുള്ളതെന്ന്. അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ മറ്റൊരു ബെറ്റർ ആയിട്ടുള്ള കമ്പനിയിൽ അപ്ലൈ ചെയ്ത് ഇതിന് മുൻപ് അവിടെ ഒരു തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റിജക്റ്റ് ആയതാണ്. പക്ഷേ ഈ തവണ അപ്ലൈ ചെയ്തപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ മെയിൽ വന്നു. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ അസസ്മെൻ്റ് ആയിരുന്നു. ഈ ഓൺലൈൻ ടെസ്റ്റുകൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. സ്ക്രീനിന് മുന്നിൽ നിന്ന് മാറാൻ പാടില്ല, റെക്കോർഡഡ് എക്സാം ആയിരിക്കും, ഓഡിയോ വീഡിയോ എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അതുപോലെ വേറെ ടാബ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരത് സ്പോട്ടിൽ റിജക്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും വിശുദ്ധ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് വിതറിയൊക്കെ ആ എക്സാമിന് നിന്നു. ഒരു കുഴപ്പമില്ലാതെ എക്സാം എഴുതി. ഫൈനൽ ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്ക്രീൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. എനിക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ ഒരൊറ്റ സെക്ഷനാണ്, അപ്പോൾ അതെന്തായാലും അറ്റൻഡ് ചെയ്യണം. പക്ഷേ എനിക്ക് ആ ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. സ്ക്രീൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. എൻ്റെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമയം തീരാൻ സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതൊന്നും പറ്റുന്നില്ല. ഇത്രയും നേരം ചെയ്തത് വെറുതെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചു ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. പക്ഷേ അതൊന്നുമല്ല, എന്തോ ഇങ്ങനെ സ്ക്രീൻ സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിന് മുന്നിൽ നിന്ന് മാറി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ മാറി നിന്നു. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആദ്യം കിട്ടിയ ലിങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു.
എനിക്ക് ഈ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിട്ടി. പെട്ടെന്ന് ആ ഒരു കിട്ടിയ ഒരു ഇതിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. പക്ഷെ അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് കറക്റ്റായിട്ടല്ല ആൻസർ ചെയ്തത്. അങ്ങനെ എനിക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഓൾറെഡി ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ആയോന്നും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2025 അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒത്തിരി തവണ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട്. മരിയൻ ഉടമ്പടി പദ്ധതിയും പ്രയോഗവും. ഞാൻ ആ ഒരു ടൈമിലൊക്കെ എപ്പോഴും പത്രമൊക്കെ കംപ്ലീറ്റ് വായിച്ച് കഴിയുമ്പോൾ വായിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോഴും തോന്നും ഇതൊന്ന് കംപ്ലീറ്റ് വായിക്കുന്നത്. ഞാൻ വായിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക എന്നല്ലാതെ കംപ്ലീറ്റ് വായിച്ചിരുന്നില്ല. എനിക്ക് കൈ കിട്ടിയപ്പോൾ മുതൽ തന്നെ ഞാൻ ഈ ബുക്കിൽ നോക്കി തന്നെയായിരുന്നു എല്ലാ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷെ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി ഞാൻ ഈ ബുക്ക് വായിക്കാനിരുന്നു. കംപ്ലീറ്റ് വായിച്ചു തീർന്നപ്പോൾ 11:58 രാത്രി 11:58. ആ കൃത്യം 11:58 തന്നെ എനിക്ക് അടുത്ത മെയിൽ വരികയാണ്. ആദ്യം എഴുതിയ ഓൺലൈൻ ടെസ്റ്റ് ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ സെലക്ഷൻ മെയിൽ വന്നു. അത് ശരിക്കും എനിക്കവിടെ ഒരു മെറിറ്റും ഇല്ല. എനിക്കവിടെ 0 മെറിറ്റാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ മാതാവും ഈശോയും എനിക്ക് അത് തരുന്നതാണെന്ന് എനിക്ക് അപ്പം തന്നെ അത് ഉറപ്പായി. അങ്ങനെ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് കയറി. അടുത്ത റൗണ്ടും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സിസ്റ്റം നമ്പർ വരുന്നത്, ആ ഒരു റോയിൽ സിസ്റ്റം നമ്പർ വരുന്നത് 20 to 30 വരെയാണ്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് മാത്രം എൻ്റെ സിസ്റ്റത്തിൻ്റെ നമ്പർ മാത്രം 7 ആയിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് അടയാളങ്ങൾ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഞാൻ ഇതിനു മുൻപ് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ അടയാളങ്ങളോട് കൂടിയുള്ള സാക്ഷ്യം എനിക്കും പറയാൻ പറ്റണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതും മാതാവ് എനിക്കിപ്പോൾ സാധിച്ചു തന്നു. കാരണം ഇതിനു മുമ്പും ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷേ അടയാളങ്ങളൊന്നും അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ ആ റൗണ്ടും മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലേക്ക് സെലക്റ്റായി. അടുത്ത റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ടോപ്പ് ടയർ കോളേജസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അവർക്കെല്ലാവർക്കും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ മാത്രം അവിടെയും എനിക്കും 0 മെറിറ്റാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ മാതാവ് എന്നെ സെലക്ട് ചെയ്ത് എനിക്ക് ആ ജോലി തന്ന് ഈശോയും മാതാവും എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തി. എൻ്റെ രണ്ട് ജോലിയും കിട്ടിയത് രണ്ടും MNCയിലാണ്. രണ്ടും ഇൻ്റർവ്യൂ ഡേറ്റ് 14 ആയിരുന്നു. ആ 14 തന്നെയാണ് എനിക്കിവിടെ അച്ഛൻ എന്നോട് പറഞ്ഞ ആ ഒരു ഡേറ്റ്. ഞാൻ മനസ്സിൽ വിചാരിച്ച ഡേറ്റും 14 തന്നെയാണ്. അങ്ങനെയും എനിക്ക് അടയാളം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷ്യം എൻ്റെ അനിയന് കോളേജ് അഡ്മിഷൻ ലഭിച്ചതാണ്. അവന് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും. എൻട്രൻസിലൊക്കെ കുറേ സമയമെടുത്ത് അറ്റൻഡ് ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് കുറവായിരുന്നു. നമ്മളൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മാതാവ് അവനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ അവനും ഏറ്റവും നല്ലൊരു കോളേജിൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ, അവിടുത്തെ ഏറ്റവും നല്ല കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് അവനെ അനുഗ്രഹിച്ചു. പിന്നെ പണ്ടെപ്പോഴും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പോലെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു മാതാവിനോട്, മാതാവേ എപ്പോഴെങ്കിലും എനിക്ക് ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ അതൊരു വെനസ്ഡേ ആയിരിക്കണേന്ന്. എനിക്ക് 2 ജോബ് ഓഫർ ലെറ്ററും വന്നതും വെനസ്ഡേ തന്നെയായിരുന്നു. ഞാനതൊക്കെ പിന്നെ മറന്നുപോയി, കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷെ മാതാവ് അത് മറന്നിട്ടില്ലായിരുന്നില്ല. എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ കൂടുമായിരുന്നു. പിന്നെ കുർബാന കൂടുമായിരുന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു, ബൈബിൾ വായിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റി. അത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ഉടമ്പടി ധ്യാനം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആദ്യമായിട്ടായിരുന്ന സംശയം, എനിക്ക് എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അതെനിക്ക് ക്ലിയറായിട്ട് അറിയില്ലായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ പറയുകയാണ്, ഇത്രയും നാളും ഇവിടെ ജീവിച്ചിട്ട് ഒരു തവണ പോലും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ജീവിതമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈശോയും പിതാവായ ദൈവത്തോട് പറയും എനിക്ക് ഇയാളെ അറിയില്ല എന്ന്. അതുപോലെ തന്നെ നിത്യജീവിതത്തെക്കുറിച്ചും എനിക്കിങ്ങനെ ഞാനത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ആ ആഴ്ച തന്നെ അച്ഛൻ പറയുകയാണ്, നിത്യജീവിതം എന്ന് വെച്ചാൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ഇടം ലഭിക്കുക എന്നാണ്.
അങ്ങനെ എനിക്ക് ഉടമ്പടി ധ്യാനം വഴി ഒത്തിരി ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. മനസ്സിലാക്കി കൂടുതൽ ബെറ്ററാക്കി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലുള്ള എല്ലാവർക്കും പിന്നെ അറിയാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് എനിക്കൊരു 3 പേര് എനിക്കവരെ സഹായിക്കാൻ പറ്റി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിക്കാൻ പറ്റി. പിന്നെ അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അതുപോലെ ഓൺലൈനിലൊക്കെ സഹായം ചോദിക്കുന്ന രോഗികൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ സാധിച്ചു. ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ ഉയർത്തിയത് തന്നെയാണ് എനിക്ക് ഈ ബർത്ത്ഡേ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് എനിക്ക് ഒരു തവണ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം കിട്ടി. അത് വളരെ സെക്കൻഡ്സിലേ മാത്രം നിന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇത് അമ്മ തന്നെ ആണെങ്കിൽ എനിക്കിത് ഒരു തവണ കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞതും കറക്റ്റ് അതേപോലെ തന്നെ ആ ഒരു ടൈം സെക്കൻഡ്സിൽ തന്നെ എനിക്ക് പിന്നെയും അത്രയും നല്ലൊരു സുഗന്ധം കിട്ടി. നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനമാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും നീ പോകുന്ന എല്ലായിടത്തും. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ശ്രിയ എന്ന മകൾ നമ്മളോട് പങ്കുവച്ചത്. ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് അതിന് നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച് ജീവിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു ഈ കൊച്ചുമകൾക്ക്. 3 മാസത്തോളവും ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് നേരത്തെ എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കൂടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഒരു പ്രിപ്പറേഷന് ശേഷം മാത്രമാണ് ശ്രിയ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും അമ്മയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു, ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. 1 വർഷത്തോളവും പല ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. സർജറിയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ മകൾ വിശ്വാസത്തോടെ ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സർജറി കൂടാതെ തന്നെയാണ് അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചത്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം മകൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. സ്വന്തം വയറ്റിൽ തേച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ശ്രീയുടെ അമ്മ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ കുടുംബം ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീയുടെ പഠിത്തത്തിൻ്റെ കാര്യവും. ബിടെക് ഫൈനൽ എക്സാം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപെല്ലാം 65% മാർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് ഡിസ്റ്റിങ്ഷനാണ് എല്ലാ സബ്ജക്റ്റിനും. അപ്പോൾ തന്നെ ശ്രീക്ക് മനസ്സിലായി ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എൻ്റെ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമെല്ലാം എല്ലാ പരീക്ഷയിലും ഡിസ്റ്റിങ്ഷൻ കിട്ടുമെങ്കിൽ അത് ഈശോയുടെ ഒരു വലിയ കൃപയാണ്. ദാറ്റ്സ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. പിന്നീട് എക്സാമിന് പോകുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും ഉടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിച്ചാണ് ഈ മകൾ പോയിക്കൊണ്ടിരുന്നത്. പരീക്ഷയുടെ സമയത്തും വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പരീക്ഷ ഫൈനൽ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഉള്ളിലൊരു ഉൾപ്രേരണ, ഒന്നുകൂടി ചെക്ക് ചെയ്തു എന്ന്. ശ്രീക്ക് തോന്നി എല്ലാം എഴുതിയിട്ടുണ്ട് എന്ന്. പക്ഷേങ്കിൽ ഈ പ്രചോദനം മൂലം ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്വസ്റ്റ്യൻ നമ്പർ റോങ് ആണെന്ന്. പിന്നീട് അത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ആപ്ലിക്കേഷൻ അയച്ചു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഫലമൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞു മനസ്സിലൊരു നമ്പർ കാണുക എന്ന്. ഈ മകൾ വിചാരിച്ച് ഒരു നമ്പർ അച്ഛൻ പ്രാർത്ഥിച്ചു മകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു 14 എന്ന്. ശ്രീയ മനസ്സിൽ വിചാരിച്ചതും 14 എന്ന നമ്പറാണ്.
അത് പിന്നീട് ശ്രീയ പറയുന്നുണ്ട്, ഓരോ ഇൻ്റർവ്യൂ കോൾ വന്നതും ആദ്യത്തെ കോൾ വന്നത് മാർച്ച് 14-നും സെക്കൻഡ് കോൾ വന്നത് മെയ് 14-നുമാണ്. ഈ 2 ഇൻ്റർവ്യൂവിനും എല്ലാം ഡേറ്റ് വന്ന് 14-നാണ്. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുമാണ്. പിന്നീട് 5-ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴാണ് ഈ മകളൊരു അടയാളം ചോദിച്ചത്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മകളുടെ കൂടെ പ്രാർത്ഥിക്കാൻ സമയത്തെല്ലാം അമ്മയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഈ മകൾ ഇൻ്റർവ്യൂ എഴുതിയപ്പോഴെല്ലാം സ്റ്റക്കായി പോയ സ്ക്രീൻ പോലും അവിടെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഷട്ട് ഡൗൺ ആയപ്പോൾ വീണ്ടും അത് റിവോക്ക് ചെയ്തു. അങ്ങനെ ആ സമയത്തും ഈശോയുടെ ഒരു അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഒരു ചൊവ്വാഴ്ച ധ്യാനത്തിലാണ് മരിയൻ ഉടമ്പടി പുസ്തകം നമുക്കറിയാം, നമ്മളെപ്പോഴും പ്രാർത്ഥന ചൊല്ലുന്നതാണ്. രാവിലെ പ്രഭാത പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ഒക്കെ ചെല്ലും. പക്ഷെങ്കിൽ പലപ്പോഴും ആ 2 പേജ് മാത്രമാണ് നാം എടുക്കാറുള്ളത്, പേജ് 34-ും പേജ് 35-ഉം മാത്രം. പക്ഷെങ്കിൽ അന്നൊരു ഉൾപ്രേരണയാണ് ആ പുസ്തകം മുഴുവൻ വായിച്ച് ഒന്ന് മനസ്സിലാക്കണമെന്ന്. അങ്ങനെ ആ ദിവസം ശ്രീയ പുസ്തകം മുഴുവനായിട്ട് വായിക്കുകയാണ്. മരിയൻ ഉടമ്പടി പുസ്തകം നമുക്കെല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ളതാണ്. ഉടമ്പടി എടുക്കുന്ന ദിവസം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ പുസ്തകമാണ്. പലപ്പോഴും നമ്മൾ മിക്കവാറും ആ 2 പേജ് മാത്രമായിരിക്കാം നാം നോക്കിയിട്ടുള്ളത്. പക്ഷെങ്കിൽ സ്ത്രീക്ക് അന്നൊരു പ്രചോദനം വന്നു, പുസ്തകം മുഴുവനൊന്ന് വായിക്കണം. അങ്ങനെ വായിച്ചു കിടന്നു. 11:58 വരെ വായിച്ചു. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ആവുന്നത്. അങ്ങനെ അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്. പിന്നീട് സിസ്റ്റം കിട്ടിയപ്പോഴും 20-നും 30-നും ഇടയ്ക്ക് വരുന്ന നമ്പറാണ് അവിടെ വരേണ്ടത്. പക്ഷേങ്കിൽ സ്ത്രീക്ക് മാത്രം സിസ്റ്റത്തിൽ നമ്പർ 7 കിട്ടുന്നത്. അവിടെയും അമ്മയുടെ ഒരു സാന്നിധ്യമാണ് സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമുക്കറിയാം, അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30-നാണ് ഈ ആലയത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായ മക്കളുടെ ജീവിതത്തിലെല്ലാം 7 എന്ന നമ്പറിന് ഒരു വലിയ ഒരു പ്രാധാന്യമാണുള്ളത്. കാരണം അമ്മയുടെ ദിവസമാണ്. അങ്ങനെ സിസ്റ്റത്തിൽ 20-നും 30-നും ഇടയ്ക്ക് വരേണ്ട നമ്പർ സ്ത്രീക്ക് മാത്രം 7 കിട്ടിയപ്പോൾ അവിടെയും ഒരു വലിയ ഒരു അടയാളമാണ് അമ്മ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തത്. ഞാൻ മോളുടെ കൂടെ ഉണ്ട് എന്ന ഉള്ളൊരു സാന്നിധ്യം. അങ്ങനെ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും പിന്നീട് ഒരു നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് പ്രിയസ്ഥിരയ്ക്ക് ജോലി കിട്ടിയത്. അതും മാർച്ച് 14 മെയ് 14 ഡേറ്റിൽ ഇൻ്റർവ്യൂ സാധിച്ചതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് 14 എന്ന ഡേറ്റ് കിട്ടിയതുമെല്ലാം 7 എന്ന സിസ്റ്റത്തിലെ നമ്പർ കാണിച്ചതുമെല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അനിയന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു അഡ്മിഷൻ കിട്ടാനായിട്ട്. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ദൈവം നല്ലൊരു കോഴ്സ് നൽകിയാണ് ഈ മകനെയും അനുഗ്രഹിച്ചത്. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ സാന്നിധ്യമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. സുഗന്ധാഭിഷേകത്തിനായി അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അവിടെ വീണ്ടും അമ്മ ആ സാന്നിധ്യമാണ് ഈ മകൾക്ക് നൽകിയത്. പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി ഈ മകള് അമ്മയുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചു. ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. അമ്മയുടെ ഗിഫ്റ്റായിട്ട് തന്നെയായിട്ടാണ് ഈ മകൾ പറയുന്നത്, ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്ന് നിൽക്കാൻ സാധിച്ചത്. ഇതെല്ലാം നടക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കരുണയാണ്. ഇത് ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുന്നു എന്ന ആ വചനമാണ് ശ്രീയുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. നാം പല പ്രാവശ്യവും നമ്മുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങ് വിട്ട് കളയും. പക്ഷേങ്കിൽ നമ്മുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ കൂടെ ഇരിക്കുന്ന ഒരു അമ്മയാണ്. കൃപാസനം ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ സ്ഥലമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ദൈവ സാന്നിധ്യമാണ് അനുഭവിച്ചറിയുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരാശ്വാസം, ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും ആ അനുഭവങ്ങളിലേക്കാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ജീവിതവും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. സ്ത്രീക്കും കുടുംബത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അലീന. ഞാൻ ചങ്ങനാശ്ശേരി സെൻറ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് നെടുങ്കുന്നം ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി എൻ്റെ അമ്മ മാതാവിന്
ഈ ഒരു ദിവസം എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയാൻ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഒരു ദിവസമാണിത്. ഞാൻ 2020 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ വർഷവും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചില്ല. പക്ഷേ എന്നാലും ഓൺലൈനിൽ എവരി 3 month ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു. 2020 ഞാൻ വന്ന ഉടമ്പടി എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചെൻ്റെ ജോലി സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, അന്ന് ഞാൻ നിയോഗങ്ങൾ വെച്ചിരുന്നു. മെയിനായിട്ടൊരു ട്രാൻസ്ഫറിനായിരുന്നു എൻ്റെ പ്രയോറിറ്റി. ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കൊറോണ വരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്ക് ആ ട്രാൻസ്ഫർ മാതാവ് എന്തിനായിരുന്നു തന്നതെന്ന്. ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയ സ്ഥലത്തേക്കായിരുന്നു എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അതെനിക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ ത്രൂ ഔട്ട് ആ കൊറോണ പീരീഡ് ആ സ്ഥലത്ത് ഞാൻ സേഫായിരുന്നു. എനിക്ക് എന്തൊക്കെയായിരുന്നു അവിടെ നെഗറ്റീവുകൾ ഉണ്ടായിരുന്നത് അത് മുഴുവൻ എൻ്റെ അമ്മ മാതാവ് എനിക്ക് അവിടെ പോസിറ്റീവാക്കി തന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന വ്യക്തികളെ ആ സ്ഥലത്ത് നിന്ന് പാടെ മാറ്റി. അങ്ങനെ വലിയൊരു മിറാക്കിൾ അമ്മ മാതാവ് എനിക്ക് അവിടെ സാധിച്ചു തന്നു. എഗെയിൻ ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ 3 വർഷം എനിക്ക് തിരിച്ച് ഞാൻ എൻ്റെ പഴയ സ്ഥലത്തേക്ക് പോകണമെന്ന് റിക്വസ്റ്റ് ചെയ്തെടുത്ത് അവരാരും അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നിനക്ക് നിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകണ്ടേ, നീ പൊക്കോളൂ, അതിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. എൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് അതാണ്. മാതാവ് ഇത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓർത്തു ഇത്രയും നാൾ ഉടമ്പടി എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഒരു നിയോഗം പോലും നടന്നില്ലല്ലോ മാതാവേ. പക്ഷേ എനിക്ക് മനസ്സിലായി ആ 3 വർഷം എൻ്റെ മാതാവ് എന്നെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് എന്നെ പരിപാലിക്കുമായിരുന്നു. പിന്നെ എനിക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. 1-2 വർഷത്തോളം അതിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ നമ്മുടെ അന്നലത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് അത് എന്ത് ചെയ്താൽ കച്ചവടമൊന്നും നടക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ ഉപ്പും കാശുരൂപം ആ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിൽ അർപ്പിച്ച് ഞാൻ തിരിച്ചുപോയി. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കും, മാതാവേ റിപ്ലൈ ഒന്നും ആരുടെയും വരുന്നില്ലോ. പക്ഷേ അത് 89ാമത്തെ ദിവസം രാത്രി അതിൻ്റെ ഇടയ്ക്ക് മാതാവ് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഓഗസ്റ്റ് 14-ാം തീയതി. ആ ദിവസം എന്നാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് അന്ന് ഞാൻ ഓർത്തില്ല. പക്ഷേ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ എൻ്റെ ഓൺലൈൻ ഉടമ്പടി പ്രകാരമാണെങ്കിൽ 90ാമത്തെ ദിവസം തികയുന്നതിന് തലേ ദിവസം 89-ാം തീയതി 12 മണിക്ക് 11:45 ആയപ്പോൾ എനിക്കൊരു കോള് വരികയാണ്. ഒരു ബ്രോക്കർ പോലും ഇല്ലാതെ ഡയറക്റ്റ് ഒരു പാർട്ടി വിളിക്കുകയാണ്, നിങ്ങളുടെ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളത് എടുത്തോളാം. എനിക്കൊരു ബ്രോക്കർ പൈസ പോലും അതിന് കൊടുക്കേണ്ടി വന്നില്ല. അതുപോലെ എൻ്റെ മാതാവ് ആ കച്ചവടം നടത്താൻ സഹായിച്ചു. അതിലൂടെ എനിക്കൊരു വീട് പണിയാൻ പറ്റി. വീട് പണിയാൻ വേണ്ടിയിരുന്ന സ്ഥലത്ത് വെള്ളമൊന്നുമില്ല, ഉള്ള സ്ഥലമായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കിണറുകുത്ത് ആരംഭിച്ചത്. ഒരു 7 കോല് ആയില്ല, അതിന് മുമ്പേ പറഞ്ഞു, ചേച്ചി നാളെ വെള്ളം കിട്ടുക കേട്ടോ. എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് അവിടെ വെള്ളം തരുമെന്ന്. ധൈര്യമായിട്ട് നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് അവിടെ വെള്ളം കണ്ടു. ഞാൻ ആ വെള്ളം കൊണ്ട് അതിനുശേഷം ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോയി. അതിനുശേഷം 2003 തൊട്ട് ഞാനൊരു ലൈസൻസ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാനഡ ലൈസൻസ് പ്രോഗ്രാം ആയിരുന്നു അത് ആകെ 4 തവണ ആ എക്സാം എഴുതാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. 3 തവണ ഞാൻ ആ എക്സാം എഴുതി, എനിക്കത് കിട്ടിയില്ല. അവസാനം എനിക്ക് നിരാശയായി. പക്ഷെ ത്രൂ ഔട്ട് അതിൻ്റെ പേപ്പർ വർക്ക് വെരി ടഫായിരുന്നു. പലപ്പോഴും ഞാനത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴൊക്കെ അന്ന് ഞാൻ തീരുമാനിക്കുന്നു, അന്നൊക്കെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് കാണും. ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നു, അവരുടെ ഒരു മെയിലിന് ഞാൻ റിപ്ലൈ ചെയ്തില്ല. അന്ന് അച്ഛൻ പറയുവാണ്, ഇമെയിലിന് റിപ്ലൈ ചെയ്യേണ്ടവരൊക്കെ നിങ്ങൾ മറുപടി ചെയ്യണം എന്ന രീതിയിൽ അച്ഛനൊരു മെസ്സേജ് തരുവാണ്. ആ മെസ്സേജ് മാതാവ് എനിക്ക് വേണ്ടി തന്നതായിരുന്നു. അന്ന് ഒരു പക്ഷേ ഞാനത് അയച്ചില്ല, ഒരിക്കലും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ ആ പേപ്പർ വർക്ക് ഫുൾ ഫിനിഷായി. അതിനുശേഷം ആ എക്സാം എനിക്ക് എഴുതാനുണ്ടായിരുന്നു. എക്സാം എഴുതാനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം എനിക്ക് 3 കുട്ടികളാണ്, ജോലി, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാനത് ഒരുവിധം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും 3 പ്രാവശ്യം എനിക്ക് ജയിക്കാൻ പറ്റിയില്ല.
അവസാനം ഞാനൊരു ഒരു ഡേറ്റ് എടുത്തു ലാസ്റ്റ് മെയ്യിൽ. പക്ഷേ ആ മെയ് മാസം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടഫുള്ളൊരു സമയം വരെ. എല്ലാവരും എന്നോട് പറഞ്ഞു ആ ഡേറ്റ് എടുക്കണ്ട. പക്ഷേ അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലൊരു വചനം എന്നെ തോന്നിപ്പിച്ചു, ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമാകുന്നത്. ഞാൻ അതിൽ വിശ്വസിച്ച് ഞാനൊരു ഡേറ്റ് എടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ 3 വർഷത്തോളമായിട്ട് ഞാൻ ഇതിൻ്റെ പേപ്പർ വർക്ക് എനിക്ക് വേണ്ടി നീ എന്നെ അനുഗ്രഹിക്കണം. ഇനി എനിക്കൊരു അവസരമില്ല. നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ എനിക്കിതാ, അല്ലെങ്കിൽ ഇതോടെ ഞാനിവിടെ വെച്ച് നിർത്തി. ജൂൺ 19 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവർക്കും നീ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഓരോ അനുഗ്രഹങ്ങൾ. എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണാറുണ്ട്. ഒത്തിരി പേരുടെ സാക്ഷ്യം കേട്ട്, ഒത്തിരി പേരുടെ സാക്ഷ്യം കാണുമ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടാറുണ്ട്. അപ്പം ഞാനും മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് നീതാ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രിയാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് വായിച്ചില്ല. അതിന് മുമ്പത്തെ ആഴ്ച വരേണ്ടതായിരുന്നു. ഞാൻ ഓർത്ത് ലാസ്റ്റ് വീക്ക് വരുവാണെങ്കിൽ അതെനിക്ക് അമ്മ തരുന്ന ഗിഫ്റ്റാണ്. ആ ട്യൂസ്ഡേ എൻ്റെ റിസൾട്ട് വന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ എന്താണോ കൂടുതൽ പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചത്, എൻ്റെ അമ്മ മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്കത് തന്നു. അതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇന്നലെ രാവിലെയാണ് ഞാനിവിടെ വന്നത്. പിന്നെ എൻ്റെ ഈ കുഞ്ഞിന് ഉണ്ടായപ്പോൾ മുതൽ, ഇവന് 2 വയസ്സാവുന്നു, എക്സിമ ഉണ്ടായിരുന്നു. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്കെല്ലാം ഒത്തിരി സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇവനൊരു 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് മേല് മുഴുവൻ തടിച്ച് ഭയങ്കര ഇച്ചിങ്, കൊച്ചുറങ്ങുന്നില്ല. ഞാനൊന്നും ചെയ്തില്ല. മാതാവിൻ്റെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കും, വയറിലും കാലിലും എല്ലാം. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് അത്ഭുതത്തോടെ ചോദിക്കുക, ആ ഇച്ചിങ് എല്ലാം എവിടെ പോയി കുഞ്ഞിൻ്റെ? കാരണം അതുപോലെ അവൻ്റെ സ്കിൻ ക്ലിയറായി, ഒരു തടിപ്പുമില്ല. ഞാൻ ഒരു മെഡിസിനും കൊടുത്തില്ല, ഒള്ളി മാതാവിൻ്റെ തൈലം മാത്രം. ആ തൈലം എൻ്റെ കയ്യിൽ 6 വർഷമായിട്ടുള്ളൊരു ബോട്ടിലാണ്. അതിൻ്റെ ഒരു അരക്കുപ്പി ആയതുവരെ ഞാൻ അറിഞ്ഞുള്ളൂ. അതിനുശേഷമുള്ള അരക്കുപ്പി തൈലത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ എന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കതറിയില്ല എന്ത് മിറാക്കിളാണ് സംഭവിക്കുന്നതെന്ന്. ആ തൈലം ഒരിച്ചിരി പോലും എൻ്റെ കുറഞ്ഞിട്ടില്ല. എൻ്റെ പിള്ളേർ എന്താവശ്യം ഉണ്ടെങ്കിലും അതെടുത്ത് കുരിശ് വരയ്ക്കും. അങ്ങനെ ഇത്ര എല്ലാ അനുഗ്രഹങ്ങൾ, പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യൻ ചെയ്ത ഇത്ര അനുഗ്രഹങ്ങളായതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നു. ഉടമ്പടി എടുത്ത് ആരെങ്കിലും വിഷമിക്കുന്നുണ്ട്, മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എൻ്റെ നടക്കുന്നില്ലേ എന്നൊക്കെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർത്തോളൂ, അമ്മ മാതാവ് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ തക്ക സമയത്ത് നമ്മുടെ മാതാവ് നമുക്കത് നടത്തിത്തരും. മാതാവിൻ്റെ സമയമായിട്ടില്ല എന്ന് മാത്രം ഓർത്താൽ മതി. അമ്മ മാതാവ് നമ്മളെ ആരും ഉപേക്ഷിക്കില്ല. കാരുണ്യപ്രവർത്തകരാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇഷ്ടംപോലെ പേഷ്യൻസിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ അതല്ല, നമ്മൾ പേഷ്യൻസിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവർക്ക് ആവശ്യം നമ്മുടെ സ്നേഹത്തോടുള്ള സംസാരം, നല്ലൊരു കെയറിങ്, അതൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് അവരോട് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ഇടപഴകാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് മേടിച്ച ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ പത്രങ്ങളെല്ലാം കൊടുത്ത് തീർക്കാറുണ്ട്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാറുണ്ട്. ഒത്തിരി പേരെ ഉടമ്പടി എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിനൊക്കെ അവിടെ അധികം ചില സംഘടനകളൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അധികം അവിടെ അങ്ങനെ ആവശ്യം വരാറില്ല. എന്നിരുന്നാൽ പോലും അതിന് അവരെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം, എനിക്ക് ജപമാല ചെല്ലാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും 4 ജപമാലയും ഫിനിഷ് ആക്കിയിട്ട് ഞാൻ കിടക്കാറുള്ളൂ. മാതാവിനോട് ഒത്തിരി അടുക്കാനും അതോടൊപ്പം എൻ്റെ കുടുംബത്തിന് എത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനോട് ഒരിക്കലും വിട്ടുപിരിയാതെ കൂടി നിൽക്കാനും ഉള്ള അനുഗ്രഹം തരണമേ എന്ന മാതാവിനോട് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അലീന എലിസബത്ത് ചങ്ങനാശ്ശേരി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. കൊറോണയ്ക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു ട്രാൻസ്ഫർ, അത് പരിശുദ്ധ അമ്മയുടെ ഉചിതമായ ഇടപെടൽ, ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്കത് കൃത്യമായ സമയത്ത് മാതാവിൻ്റെ ഇടപെടലിലൂടെ അത് സാധിച്ചു കിട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ തൻ്റെ സ്ഥലം വിറ്റുപോയതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അത് യാതൊരുവിധമായ ബ്രോക്കർമാരെ കൂടാതെ കണ്ട് തന്നെ നേരിട്ട് ആൾക്കാർ വരികയും ഉചിതമായ രീതിയിൽ പുതിയ വീട് പണിയുവാനൊക്കെ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ഉടമ്പടിയിൽ ഒരു കനേഡി ലൈസൻസ് കിട്ടുവാനും, അത് 3 തവണ പോയെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും സമ്മാനങ്ങൾ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുന്നത് പോലെ
തൻ്റെ ജന്മദിനത്തിലും അതൊരു സമ്മാനമായിട്ട് നൽകണമെന്നുള്ള ഈ മകളുടെ ആഗ്രഹം പരിശുദ്ധ അമ്മ അത് സാധിച്ചു കൊടുക്കുകയും ഈ മകളുടെ ജീവിതത്തിൽ ഉചിതമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ മകളുടെ ജീവിതത്തിൽ എല്ലാ സാക്ഷ്യങ്ങളും മുടങ്ങാതെ കണ്ട് കേൾക്കുന്നൊരു മകൾ കൂടിയാണ്. ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്ന കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഒരു ഡേറ്റ് ഇട്ട് നൽകണമെന്നും ഒരു സമ്മാനം നൽകണമെന്നുള്ള കാര്യം പരിശുദ്ധ അമ്മ വഴി ഈ മകൾക്ക് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മകളുടെ മകനുണ്ടായിരുന്ന അലർജി എന്ന അസുഖത്തെയും അത് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്നുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒരു രോഗസൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ നൽകുകയും ചെയ്തു. പരിശുദ്ധ അമ്മയോട് നന്ദിയുള്ളവരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ മകളിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട്. എൻ്റെ പേര് ബിന്ദു, ഞങ്ങൾ USA നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബീനോ, ഇതെൻ്റെ മൂത്ത മകൻ ഏലിയാസ്, രണ്ടാമത്തെ മകൻ എൽദോ. എനിക്ക് ഒരു മകനും കൂടെ ഉണ്ട്. 3 ആൺമക്കളാണ് എനിക്ക്. ഈ അമ്മയുടെ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈ ദിവസം അമ്മയുടെ അത്ഭുതപരമായ നന്ദി എനിക്ക് അമ്മയുടെ മുന്നിൽ തന്നെ നിന്ന് സാക്ഷ്യമായി പറയുവാനായിട്ട് അമ്മ ഒരുക്കി തന്നതിന് അമ്മയോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ 4 വർഷമായി ഇപ്പം USA താമസിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് കൃപാസനത്തെപ്പറ്റി അറിയുവാനായിട്ട് പറ്റിയത് എൻ്റെ ഫ്രണ്ട് ജോബി എന്ന് പറയുന്ന ഒരു മകള് എനിക്കൊരു ന്യൂസ് പേപ്പർ തന്നു. അത് കൃപാസനത്തെപ്പറ്റി അങ്ങനെയാണ് ഞാൻ അറിയുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത് എനിക്ക് വായിക്കുവാനും അതിലൂടെ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അമ്മയുടെ സാക്ഷ്യങ്ങൾ ഞാൻ ഡെയിലി വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുവാനായിട്ട് തുടങ്ങി. അപ്പം എനിക്കെൻ്റെ അമ്മയോട് കൂടുതൽ സംസാരിക്കുവാനായിട്ട് കമ്മ്യൂണിക്കേഷൻ അമ്മയുമായിട്ടും ഈശോയുമായിട്ട് എനിക്കുണ്ടാകുവാനായിട്ട് തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് ഞാൻ കേൾക്കും. എനിക്കൊരു പ്രെയർ റൂമുണ്ട്. ആ പ്രെയർ റൂമിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ധ്യാനങ്ങളൊക്കെയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഓരോ മെസ്സേജുകൾ തരാനായിട്ട് തുടങ്ങി. പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്രീൻ കാർഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങൾ 1 ഇയർ വിസയിലാണ് ഞങ്ങൾ USA ചെന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ലാത്തൊരവസരമായിരുന്നു. അപ്പോഴാണ് മാതാവ് വെളിപ്പെടുത്തി തന്നത്, ഹസ്ബൻഡിനോട് പറ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ. അമ്മ ഒരു ഡേറ്റ് പറഞ്ഞു തന്നു, January 21 എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് 5 വർഷത്തേക്ക് ട്രാവൽ ഡോക്യുമെൻറ്റും ഞങ്ങളുടെ വർക്ക് പെർമിറ്റും ഒക്കെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രീൻ കാർഡിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ USA ഗ്രീൻ കാർഡ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതിൽ നിന്നൊക്കെയും അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ 23 എന്നുള്ള ഡേറ്റാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. ഇന്ന് അമ്മ അത് എനിക്ക് രാവിലെ 1:30 ആയപ്പോൾ അത് അപ്രൂവ് ആക്കി തന്നു ഞങ്ങളുടെ ഗ്രീൻ കാർഡ്. ഇന്ന് 1:30 ആയപ്പോഴാണ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്രീൻ കാർഡ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കണ്ടത്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് പോലെ എപ്പോഴും അമ്മയുടെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മുന്നിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടു തരുന്നത്. അത് ആ ഡേറ്റ് ഇട്ട് ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ആണ് ഞാൻ കണ്ടത്. ദൈവമേ 23 എന്നുള്ള ഡേറ്റ് ഞാൻ 6 മാസം മുമ്പേ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ്. അത് എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. എനിക്ക് കൂടുതൽ ഇതിലൂടെ എനിക്ക് ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് ദൈവത്തോട് അടുക്കുവാനായിട്ട് കഴിഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് പറയുമായിരുന്നു, ഈശോയോട് നീ സംസാരിക്കണം, എൻ്റെ മകനെ ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുകയാണെന്ന്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, ഗ്രീൻ കാർഡിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട, അതിങ്ങി വന്നോളും. പിന്നെ എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് ദൈവം ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്, നല്ലൊരു ബ്ലെസ്സിങ് ഉള്ള കുട്ടിയാണ് നീ, അത് ആ അനുഗ്രഹം കളയാതെ നോക്കണമെന്ന്. അതുപോലൊക്കെ തന്നെയാണ് ഞാനിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
ഹസ്ബൻഡിനോട് പറഞ്ഞത് നിൻ്റെ ഉടമ്പടി ഉഴപ്പാതെ നീ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്, ഉടമ്പടി ഉഴപ്പാതെ നോക്കണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത്ര വലിയൊരു അനുഗ്രഹം അമ്മ തന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് നാട്ടിൽ ആഗ്രഹിച്ചതാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ദുബായിലായിരുന്നു. പക്ഷേ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടൊക്കെ പോയിട്ട് പല തടസ്സങ്ങളായിരുന്നു, ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ USA ചെന്നു. അതിനേക്കാൾ മുന്നേ ഞങ്ങൾ അവിടെ വീട് വാങ്ങിച്ചു. അതൊക്കെ അമ്മ വലിയ അനുഗ്രഹങ്ങളാണ്. ഞാൻ അവിടെ വീട് വാങ്ങിച്ചപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്നെ അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടൊരു വലിയൊരു ഭവനം തന്ന് അനുഗ്രഹിച്ചു. ഇവിടുത്തെ ഭവനമാണെങ്കിലും ഇവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സ്ഥലത്ത് 16 വർഷം കാത്തിരുന്നിട്ട് 3 വർഷത്തിന് മുമ്പ് ഞങ്ങളതിന് പണി തുടങ്ങി. പക്ഷേ ഒരു 7-8 മാസത്തിനുള്ളിൽ വീട് പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഗ്രീൻ കാർഡിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങളത് അവിടെ കയറി താമസിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണ്. അതിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ 22 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കണം, ഇനി ഇവിടെ ആരുമില്ല നോക്കാൻ എന്ന് പറഞ്ഞ് അത് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു അയലോക്കവും ദൈവത്തെ വിളിക്കുന്ന ഒരാളെ അവിടെ കൊണ്ടുതരണമെന്ന്. അതിപ്പം വാങ്ങിക്കാൻ വന്നത് ഇവിടെ കൃപാസനത്തിൽ വന്നെടുത്ത് ഉടമ്പടി എടുത്ത ഒരു സഹോദരനാണ്. ഈ 14-ാം തീയതി അതിൻ്റെ എഴുത്ത് നടക്കും. ഇത്രമാത്രം ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഇപ്പോൾ മാതാവും ഈശോയും എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, നീ ദൈവത്തോട് കൂടുതൽ എടുത്തുകൊണ്ട് എൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ദൈവമേ എനിക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാനായിരിക്കുമെന്നാണ് ഈശോ പറയുന്നത്. അതുപോലെ ഞാനിപ്പം ബൈബിൾ തുറക്കുമ്പോൾ അച്ഛൻ്റെ ഈ മെസ്സേജുകൾ രാവിലത്തെ ഡെയിലി പ്രെയറൊക്കെ കേൾക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ രാവിലെ ഉണർന്നു നിൽക്കുമ്പോൾ നമ്മൾക്ക് മുന്നിൽ മാതാവ് കാണിച്ചു തരുന്ന ഓരോ വാക്യങ്ങളാണ്, അല്ലെ ആ മെസ്സേജുകളാണ് എനിക്ക് മുന്നിൽ ദൈവം കാണിച്ചു തരുന്നത്. അത്രമാത്രം ദൈവം എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രെയർ ഗ്രൂപ്പ് എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിനകത്ത് 35 പേര് ജോയിൻ ചെയ്തു. ഇനിയും ആൾക്കാർ കൂടുതലായി എന്നെ ചേർക്കണം എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയും ഞാൻ ആ പ്രെയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ആ പ്രെയർ ഗ്രൂപ്പ് ഇപ്പം ഞാനാണ് ലീഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഹസ്ബൻഡ് നോക്കുമ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് അച്ഛൻ്റെ മുന്നിൽ ഇവിടെ വന്ന് നമ്മൾ എന്നാ സാക്ഷിയാണ് പറയുന്നതെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ഓണാക്കി നോക്കുമ്പോഴാണ് ഗ്രീൻ കാർഡ് അപ്രൂവ്ഡ് എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അപ്പം അത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു. ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ദൈവം ഉയർത്തിയതിന് ഒരുപാട് ഞങ്ങൾ നന്ദി അമ്മയോട് പറയുന്നു. അച്ഛനെയും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും കോടാനുകോടി അനുഗ്രഹങ്ങൾ മാതാവ് കൊടുത്ത പൂർണ്ണ ആരോഗ്യവും ബലവും ഒക്കെയും ശക്തിപ്പെടുത്തി കൊടുത്ത് അച്ഛനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കാറുണ്ട്. ഞങ്ങൾ ശരിക്കും യാക്കോബിറ്റ്സാണ്. കത്തോലിക്ക പള്ളികളിലാണ് ഞാൻ എല്ലാ ട്യൂഷനിലും ഞങ്ങൾ മുടക്കാതെ പോകും. ചെല്ലുമ്പോൾ ആ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ തന്നെ എന്നെ കാണിച്ചു തരും, ഇന്നവർക്ക് വിഷമങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറയും. അർഹിക്കപ്പെടുന്നവർക്കല്ലാതെ ഞങ്ങൾ കൊടുക്കാതെ അവർക്ക് മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ പേപ്പർ. ഇംഗ്ലീഷുകാർ ചിലരൊക്കെ അത് വാങ്ങിക്കും, വേണ്ടാത്തവരുടെ ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കും. അങ്ങനെ അവിടെ ഇട്ടിട്ട് പോരാറില്ല. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് പൈസ ഇല്ലാത്തവരൊക്കെ പൈസ കൊടുത്ത് ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഞങ്ങളൊരു വിഹിതം മാറ്റി വെക്കാറുണ്ട്. അമ്മ തന്നെ പറയും, കൊടുക്കേണ്ടവർക്ക് ആരാണ് അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇരുകൈയില്ലാതെ ഞങ്ങൾ നല്ല പോലെ പാവങ്ങളെ സഹായിക്കാറുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കൊന്ത എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ മാതാവാണ് എന്നെ പഠിപ്പിച്ചത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ കൊന്തയൊക്കെ ചൊല്ലും. ഇപ്പം അമ്മ എന്നോട് പറയും, നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നിന്നെ കൂടെ ഞാനില്ലേ, നീ ആ കൊന്തയെടുത്ത് ചൊല്ലുന്നത്, അപ്പം കൊന്തയെടുത്ത് ചൊല്ല് എന്ന് പറയും. അപ്പം അങ്ങനെ തന്നെ ഞാനെല്ലാം അങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പോഴത്തേക്ക് അമ്മയുടെ അടുക്ക രാത്രിയിലാണേലും ഉണർന്നിരുന്ന് വന്നത് പ്രാർത്ഥിക്കും. ഒരുപാട് ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യത്തോടെ നിന്നുകൊണ്ട് മൈക്കെടുത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എനിക്ക് കൃപ തരുന്നു. ഇങ്ങനെ അച്ഛൻ പറയുന്ന പോലെ ഓരോ ഉടമ്പടിയും നമ്മൾ കഴിയുന്നതോടെ നമുക്ക് ധൈര്യവും സമർപ്പണങ്ങളൊക്കെ കിട്ടുമെന്നല്ലേ പറയുന്നത്. അതുപോലെ ദൈവം ഒരുപാട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ കാത്തിരിക്കുവിൻ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. സങ്കീർത്തനം 37-34 വചനമാണ്. കർത്താവിനെ കാത്തിരിക്കുവിൻ, അത് വിശ്വാസത്തോടെയുള്ള ഒരു ക്ഷമയാണ്. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. നാട്ടിൽ 16 വർഷമായി സ്ഥലം മേടിച്ചിട്ടിരുന്നു. പക്ഷെങ്കിൽ ഒരു ഭവനം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ല. പല തടസ്സങ്ങളുണ്ടായിരുന്നു. പിന്നീട് നേർച്ച വസ്തുക്കളായി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ
പെട്ടെന്നൊരു ഭവനം നിർമ്മിച്ച് പൂർത്തിയാക്കുവാനും കയറി താമസിക്കുവാനും സാധിച്ചു. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടലും അനുഗ്രഹവും കൃപയുമാണ് ഈ മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് കൃപാസനം ഉടമ്പടിയിൽ കൂടിയാണ് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഉള്ളൊരു ഉണർവ് വന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും, ജീവിതത്തിൽ തന്നെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഒരു ധൈര്യവും, എന്തു വന്നാലും ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും, അതിനപ്പുറം ആ ആത്മീയതയിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് യാത്ര ചെയ്യുമ്പോൾ താൻ മാത്രമല്ല, തൻ്റെ കുടുംബം മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ ചേർത്ത് ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും പിന്നെ ടെസ്റ്റിമണികളെല്ലാം, സാക്ഷ്യങ്ങളെല്ലാം പങ്കുവെക്കുകയും പ്രാർത്ഥനകൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത് ഞാനും എൻ്റെ കുടുംബവും മറ്റുള്ളവരെയും കൂടെ നയിക്കുകയാണ് ഒരു ആത്മീയ ജീവിതത്തിലേക്ക്. അങ്ങനെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കി കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമെല്ലാം നിബന്ധന പ്രകാരം തന്നെ അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന അമ്മയുടെ വചനം അനുസരിച്ച് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇന്ന് അമ്മയുടെ സന്നിധിയിൽ ഭവനത്തിന് തന്നതിനും ഗ്രീൻ കാർഡ് കിട്ടിയതിനുമൊക്കെ നന്ദി പറയുകയാണ്. ജെറമ്യായുടെ 29-ാം അധ്യായം 5-ാം വചനം പറയുന്നത്, വീട് പണിത് അതിൽ വസിക്കുവാൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുകയും എന്ന വചനമാണ് ഈ മക്കളുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഭവനം നിർമ്മിക്കുവാൻ, വീട് പണിയുവാനും തോട്ടം നട്ടുപിടിപ്പിക്കുവാനും, അതായത് ഒരു ആത്മീയമായൊരു തോട്ടമാണ്. ആ തോട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം നട്ട വിശ്വാസത്തിൻ്റെ ഫലം അനുഭവിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കും കാത്തിരിക്കാം. കർത്താവിനെ കാത്തിരിക്കുവാൻ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുവാൻ ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നമ്മെ ആദരിക്കുമെന്ന വചനത്തിൽ അധിഷ്ഠിതമായി